മക്കളെ, നമ്മൾ രാജ ഓർ വിദ്രോഹി എന്ന നാടകം ഫസ്റ്റ് പാർട്ട് എടുത്തതാണ്. അതിന്റെ സെക്കൻഡ് പാർട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇത് കുറച്ച് പ്രയാസമുള്ള ഒരു ചാപ്റ്റർ ആണ്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് വായിച്ചിട്ട് മനസ്സിലാക്കണം. ഓക്കെ, രണ്ടാമത്തെ ഭാഗമാണ് രാജ. സേനാപതി തുംസെ മേ കാഫി നാരാസ് ഹൂം. സേനാപതി ഐസി ക്യാ ഗലത്തി ഹുയി മഹാരാജ്. രാജ तुम में किसी बात का जोश नहीं रहा. सेनापति आज्ञा दीजिए महाराज, मेरे लिए आपकी इच्छा ही सब कुछ है. രാജാവ് പറയാണ്, സേനാപതി തുംസെ മേ കാഫി നാരാസ് ഹും. സേനാപതി, ഞാൻ നിന്നോട് വളരെയധികം ദേഷ്യത്തിലാണ്. സേനാപതി ഐസി ക്യാ ഗലത്തി ഹുയി മഹാരാജ്. അങ്ങനെ എന്ത് തെറ്റാണ് ഉണ്ടായത് മഹാരാജ്? എന്നോട് ഇങ്ങനെ ദേഷ്യം ഉണ്ടാവാൻ, എന്നോട് പിണങ്ങാൻ മാത്രം എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത് എന്ന് സേനാപതി ചോദിക്കുകയാണ്. രാജ തുമ്മേ കിസി ബാത്ത് കാ ജോഷ് നഹീ രഹ. ജോഷ് എന്ന താല്പര്യം, ശ്രദ്ധ. നിനക്ക് ഒരു കാര്യത്തിലും യാതൊരു ഉത്സാഹവുമില്ല. തുമ്മേ കിസി ബാത്ത് കാ ജോഷ് നഹീ രഹ. നിനക്ക് ഒരു കാര്യത്തിലും എന്തില്ല, ഒരു ഉത്സാഹവുമില്ല, ഒന്നും ചെയ്യാൻ ഒരു ഉത്സാഹമൊന്നുമില്ല. സേനാപതി ആജ്ഞാ ദീജിയെ മഹാരാജ്, മേരെ ലിയേ ആപ്കി ഇച്ഛാ ഹി സബ് കുച്ച് ഹെ. ആജ്ഞാപിച്ചാലും നിർദ്ദേശിച്ചാലും മഹാരാജ്, നിങ്ങളുടെ ഇഷ്ടമാണ് എൻ്റെ എല്ലാം. താങ്കളുടെ ആഗ്രഹം, താങ്കളുടെ ഇഷ്ടം എന്താണെന്ന് ആജ്ഞാപിച്ചാലും അതിനനുസരിച്ചാണ് ഞാൻ പ്രവർത്തിക്കുക എന്നാണ് ആര് പറയുന്നത്? സേനാപതി പറയുന്നത്. രാജ सेनापति बनने के बाद से अभी तक तुमने किसी लड़ाई की तैयारी नहीं की है. സേനാപതി बनने के बाद, സേനാപതി ആയതിനു ശേഷം, अभी तक ഇപ്പോൾ വരെ, തുമ്നെ കിസി ലഡായിക്ക് തയ്യാറി നഹി കി ഹെ, നീ ഒരു യുദ്ധത്തിനുള്ള ഒരു തയ്യാറെടുപ്പും നടത്തിയിട്ടില്ല. തുമ്നെ, നിങ്ങൾ ഇതേവരെ ഒരു യുദ്ധത്തിന്റെ തയ്യാറെടുപ്പുകളൊന്നും നടത്തിയിട്ടില്ല. നിങ്ങൾ സേനാപതിയായിട്ട് ഇത്രയുമായി ഇതുവരെയായിട്ടും ഒരു യുദ്ധത്തിന്റെ തയ്യാറെടുപ്പുകളൊന്നും നടത്തിയിട്ടില്ല. അതാണ് രാജാവിന് സേനാപതിയോടുള്ള ദേഷ്യം അല്ലെ. അപ്പൊ സേനാപതി മഹാരാജ് കിസ്സെ ലഡേ. മഹാരാജ് ആരോട് യുദ്ധം ചെയ്യും? ലഡന, യുദ്ധം ചെയ്യുക. കിസ്സെ, ആരുമായി യുദ്ധം ചെയ്യും? കൊയ് ദുഷ്മൻ തോ ഹേ ഹി നഹീം. യാതൊരു ശത്രുക്കളൊന്നും ഇല്ലല്ലോ, ശത്രുക്കളോടല്ലേ യുദ്ധം ചെയ്യുക. പക്ഷെ ശത്രുക്കളൊന്നും ഇല്ല, അപ്പൊ പിന്നെ ആരോട് യുദ്ധം ചെയ്യും എന്ന് ചോദിക്കാണ് സേനാപതി. രാജ ദുഷ്മൻ നഹി ഹേ, ശത്രുക്കളില്ലേ? തോ ഫിർ ദുഷ്മൻ ബനാവോ. എങ്കിൽ तो फिर दुश्मन बनाओ. तुम्हें गजाने से अच्छे गासे पैसे मिलते हैं और तुम्हें सैनिक गाली बैठे बैठे उगता रहे. अगर बाहरी दुश्मन उन्हें न मिले तो किसी दिन वे मुझ पर भी हमला करने आ जाएंगे. सैनिकों, എന്താ പറയണത്? ശത്രുക്കളൊന്നും ഇല്ലേ? നിങ്ങള് തുമേ ഖജാനേസെ അച്ചേ ഗാസെ പൈസേ മിൽത്തേ. നിങ്ങൾക്ക് ഖജനാവിൽ നിന്നും വളരെയധികം, അച്ചേ ഗാസെ ധാരാളം, വളരെ ധാരാളം പൈസകൾ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. സൈനിക ഗാലി ബൈഠേ ബൈഠേ. ഈ സൈനികരൊക്കെ വെറുതെ ഇരുന്നിട്ട്, ഗാലി ബൈഠ എന്ന് പറഞ്ഞാൽ വെറുതെ ഇരിക്കുക. സൈനികരൊക്കെ വെറുതെ, ഒരു ജോലിയൊന്നും ഇല്ലാതെ വെറുതെ ഇരുന്ന് ഉഗുത്താരഹേ. ഉഗുന പറഞ്ഞാൽ ഊബ്. ഊബ് പറഞ്ഞാല് മുഷിച്ചിൽ അനുഭവപ്പെട്ടിട്ടുണ്ട് അവർക്കൊക്കെ. അവരൊക്കെ മടുത്ത്, അങ്ങനെ വെറുതെ ഇരുന്നിരുന്നവർക്ക് മടുപ്പ് ഉളവാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അഗർ ബാഹരി ദുഷ്മൻ ഉന്നെ ന മിലേ തോ കിസി ദിൻ വേ മുജ് പർ ഹി ഹമല കർണേ ആ ജായേംഗെ. ഒരു പക്ഷേ അവർക്ക് പുറത്തുനിന്ന് ശത്രുക്കളെ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, അവർക്ക് യുദ്ധം ചെയ്യാൻ ശത്രുക്കളൊന്നും ഇല്ല എന്നൊരവസ്ഥയാകുന്ന സമയത്ത് അവർ തീർച്ചയായിട്ടും കിസി ദിൻ, ഏതെങ്കിലും ഒരു ദിവസം അവർ എന്റെ നേരെ തിരിയും, അവർ എന്നെ ആക്രമിക്കാൻ സന്നദ്ധരാകും എന്നാണ് രാജാവ് പറയുന്നത്. ഹമല കർണ പറഞ്ഞ ആക്രമിക്കുക, എന്നെ ആക്രമിക്കും എന്നാണ് രാജാവ് സേനാപതിയോട് പറയുന്നത്. അപ്പൊ ഒരു സൈനികൻ പറയുന്നു, ഏക സൈനികൻ, ആജ്ഞാ ദീജിയെ മഹാരാജ്. ആജ്ഞാപിച്ചാലും മഹാരാജ്. രാജ അഗർ തുമേ ലഡായി കർണി പടേ തോ കൈസാ ലഗേഗ. അഗർ, ഒരുപക്ഷെ നിങ്ങൾക്ക് യുദ്ധം ചെയ്യാൻ അവസരം ലഭിച്ചു എങ്കിൽ അത് നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും? ആ യുദ്ധം നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും എന്ന് ചോദിക്കുകയാണ് രാജാവ്. ബാക്കി സൈനികർ പറയുന്നു, ലഡായി, യുദ്ധം, ഫിർ തോ ബഡാ മസ ആയേക്ക, അത് നല്ല രസമായിരിക്കും. ഫിർ തോ ബഡാ മസ, ബഡാ മസ, നല്ല രസമായിരിക്കും. അത് യുദ്ധം എന്ന് പറയുന്നത് നല്ല രസമായിരിക്കും, നല്ല രസമുള്ള പരിപാടിയാണ് എന്നാണ് ബാക്കി സൈനികരുടെ അഭിപ്രായം. രാജ ടീക്ക് കഹ, ശരിയാണ് പറഞ്ഞത്. മസേക്ക് ബാത്ത് ഹിയ, രസകരമായ ഒരു കാര്യം തന്നെയാണ് സേനാപതി, അത് രസകരമായ ഒരു കാര്യം തന്നെയാണ് സേനാപതി എന്ന് സേനാപതിയോട് രാജാവ് പറയുന്നു. സേനാപതി ആദേശ് ദീജിയെ മഹാരാജ്. നിർദ്ദേശിച്ചാലും മഹാരാജ്, ആജ്ഞാപിച്ചാലും എന്ന് പറയാണ് സേനാപതി. രാജ
കോയി ദുഷ്മൻ ടൂണ്ട് നിക്കാലോ, ഏതെങ്കിലും ഒരു ശത്രുവിനെ നിങ്ങൾ എന്ത് ചെയ്യാ, ടൂണ്ടിന് അന്വേഷിച്ച് കണ്ടെത്തുക, ശത്രുവിനെ അന്വേഷിച്ച് കണ്ടെത്തൂ. ഉസ്കെ ബാദ് ഹി ലഡായി ശുരു ഹോഗി, അതിനുശേഷം എന്ത് ചെയ്യാം, യുദ്ധം ആരംഭിക്കാം. ആദ്യം ഒരു ശത്രുവിനെ കണ്ടെത്തുക, അതിനുശേഷം യുദ്ധം ആരംഭിക്കാമെന്ന് രാജാവ് പറയുന്നു. ടൂണ്ടിനെ അന്വേഷിക്കുക, ദുഷ്മൻ ശത്രു, ലഡായി യുദ്ധം, ശുരുഹോന ആരംഭിക്കുക. രാജാ കാ പ്രസ്ഥാൻ, രാജാവ് എവിടെ നിന്ന് പോകുന്നു, ഹേമ ഓർ ജനത കാ പ്രവേശ്, ഹേമും ജനതയും അവിടേക്ക് പ്രവേശിക്കുന്നു. സേനാപതി, साथियों, क्या तुम में से कोई ऐसा है जो महाराज से लड़ने के लिए राजी हो? രാജി പറഞ്ഞ സമ്മതം. കൂട്ടുകാരെ, क्या तुम में से कोई ऐसा है जो महाराज से लड़ने के लिए राजी हो? നിങ്ങളിൽ ആർക്കെങ്കിലും മഹാരാജാവുമായിട്ട് ലഡ്നെ കെ ലിയെ യുദ്ധം ചെയ്യാൻ സമ്മതമാണോ? തുമേം സേ കോയി, നിങ്ങളിൽ ആർക്കെങ്കിലും, ഐസാ ഹേ, ഇങ്ങനെ, നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെയുള്ളവരുണ്ടോ എന്നാ ചോദിക്കുന്നത്. മഹാരാജാവുമായിട്ട് യുദ്ധം ചെയ്യാൻ സമ്മതമുള്ളവർ നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കാണ് സേനാപതി. ജനത, ജി നഹീം, ഇല്ല. അവര് മറുപടി പറയണ, ഇല്ല, ഞങ്ങളെ കൂട്ടത്തിൽ ആരും രാജാവുമായിട്ട് യുദ്ധം ചെയ്യാൻ തയ്യാറായിട്ടുള്ളവരാരുമില്ല. സേനാപതി, ക്യാ ഏക് ഭി നഹീം, എന്താ ഒരാൾ പോലും ഇല്ലേ, ഒരാൾ പോലും ഇല്ലേ നിങ്ങളുടെ കൂട്ടത്തിൽ രാജാവുമായിട്ട് യുദ്ധം ചെയ്യാൻ എന്ന് ചോദിക്കുന്നു. ജനത, ഹം കിസി സെ ഡർത്തെ നഹീ ലേക്കിൻ ഹം മഹാരാജ സെ ലഡ്നാ നഹീ ചാഹത്തെ, ഞങ്ങൾ ആരെയും ഭയപ്പെടുന്നില്ല. ഡർ പറഞ്ഞ ഭയം, ഡർത്തെ നഹീ, ഞങ്ങൾ ആരെയും ഭയപ്പെടുന്നില്ല. ലേക്കിൻ, പക്ഷേ, ഹം മഹാരാജ സെ ലഡ്നാ നഹീ ചാഹത്തെ, പക്ഷേ ഞങ്ങൾ മഹാരാജാവുമായിട്ട് യുദ്ധം ചെയ്യാൻ ആഗ്രഹിക്കുന്നുമില്ല. ഞങ്ങൾക്ക് ആരെയും ഭയമില്ല, ഞങ്ങൾക്ക് ആരുമായിട്ട് യുദ്ധം ചെയ്യാൻ തയ്യാറാണ്, പക്ഷേ രാജാവുമായി യുദ്ധം ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്ന് ജനങ്ങൾ പറയുന്നു. സേനാപതി, മഗർ മഗർ ഹേം, തുമ്നെ മഹാരാജ കാ അപമാൻ കിയാ ഹെ, പക്ഷേ ഹേം, നിങ്ങൾ മഹാരാജാവിനെ അപമാനിച്ചിട്ടുണ്ട് എന്ന് സേനാപതി പറയാണ്. ഹേമനോട് പറയാണ്, ഹേമ, നിങ്ങൾ മഹാരാജാവിനെ അപമാനിച്ചിട്ടുണ്ട്. തോ ഫിർ തുമാരെ സാത്ത് ഹി ലഡായി ഹോ, അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ട് തന്നെയായിരിക്കും യുദ്ധം ഉണ്ടാവുക. ഹേമ, മഗർ മേനെ കിസ് തര മഹാരാജ കാ അപമാൻ കിയാ, ഹേമ ചോദിക്കുകയാണ്, പക്ഷെ ഞാൻ എങ്ങനെയാണ് മഹാരാജാവിനെ അപമാനിച്ചത്? മഹാരാജാവിനെ അപമാനിച്ചതായിട്ടൊരു കാര്യം ഹേമന് ഓർമ്മയില്ല. ഹേമ പറയാണ്, ഞാൻ അങ്ങനെ മഹാരാജാവിനെ അപമാനിച്ചിട്ടില്ലല്ലോ, പക്ഷെ ഞാൻ എങ്ങനെ മഹാരാജാവിനെ അപമാനിച്ചു എന്നാണ് പറയുന്നത്. ഹേമന് മനസ്സിലാവാത്തത് കൊണ്ട് ചോദിക്കുന്നു. സേനാപതി, हमारे महाराज जब तुम्हारे मकान के सामने से गुजर रहे थे, उस वक्त तुम खिड़की के पास खड़े होकर जम्बाई ले रहे थे. ഹമാരെ, നമ്മുടെ, മഹാരാജാവ്, ജബ്, എപ്പോഴാണോ, തുമാരെ മക്കാൻ കെ, നിന്റെ വീടിന്റെ, സാമനേസെ, മുന്നിലൂടെ, ഗുസറിനെ കടന്നു പോവുക, ഉസ് വക്ത്, ആ സമയത്ത്, തും, നിങ്ങൾ, ഖിഡ്കി കെ പാസ്, ജനലിനരികിൽ നിന്നിട്ട്, ഗഡേ ഹോക്കർ, ഗഡേ ഹൊനാന, നിൽക്കുക, നിന്നുകൊണ്ട്, ജംബായിലെ രേഹതെ, കൂട്ടുവായിടുന്നുണ്ടായിരുന്നു. അപ്പൊ എന്താണ് അദ്ദേഹം ചെയ്തത് തെറ്റ്? സേനാപതി പറയാണ്, നമ്മുടെ മഹാരാജാവ് ഒരു ദിവസം നിങ്ങളുടെ വീടിന് മുമ്പിലൂടെ കടന്നു പോകുന്ന സമയത്ത് ജനലിനരികിൽ നിന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു? കോട്ടുവായിടുന്നുണ്ടായിരുന്നു. രാജാവിനെ കണ്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്തു? ഉച്ചത്തിൽ കോട്ടുവായിട്ടു അല്ലെ? അങ്ങനെ രാജാവ് അതിലൂടെ കടന്നു പോകുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ ഖിഡ്കിക്ക് പാസ്, ജനലിനരികിൽ നിന്നിട്ട് ആ സമയത്ത് കോട്ടുവായിടുന്നുണ്ടായിരുന്നു എന്നാണ്. അതാണ് ഹേമ ചെയ്ത കുറ്റം. തീനാം സൈനിക്, ജംബായി ലേ രഹാദ, കോട്ടുവായി ഇട്ടുകൊണ്ടിരിക്കേ, ആഹാ, നല്ല രസം, അവര് ചിരിക്കുകയാണ് കോട്ടുവായിടാന്ന് കേട്ടിട്ട്. ജനത, ജംബായി ലേനാത്തോ ഭയങ്കർ ബാത്ത് ഹെ, ജനങ്ങൾ പറയാണ്, കോട്ടുവായിടുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യം തന്നെയാണ്. ഇത്തനാ സാഹസ്, ഇത്രയും ധൈര്യം. ഇസസേ ബഡാ അപമാൻ ഓർ ക്യാ ഹോഗ, അതിനേക്കാൾ വലിയ അപമാനം പിന്നെ എന്താണുള്ളത്? ജനങ്ങൾ പറയുന്നു. ഒരു കളിയാക്കുന്ന രീതി പോലെയാണ് അവരുടെ സംസാരം. ഹേമ, मगर राजा बनने के बाद तो महाराज एक बार भी हमारे घर के सामने से नहीं गुजरे है. അപ്പൊ ഹേമ പറയാണ്, മഗർ രാജാ ബന്നേക്കെ ബാധത്തോ, പക്ഷെ രാജാവായതിനു ശേഷം മഹാരാജൻ ഞങ്ങൾ ഏക് ബാർബി,
ഒരിക്കൽ പോലും ഞങ്ങളുടെ വീടിന്റെ ഹമാരെ ഗർക്കെ ഞങ്ങളുടെ വീടിന്റെ സാമനേസെ മുന്നിലൂടെ നെഹീം ഗുജരേഹെ കടന്നു പോയിട്ടില്ല. മഹാരാജാവായതിനു ശേഷം അദ്ദേഹം ഒരിക്കൽ പോലും ഞങ്ങളുടെ വീടിന് മുന്നിലൂടെ കടന്നു പോയിട്ടില്ല എന്ന് ഹേമ പറയുന്നു. സേനാപതി മഗർ ഭയ്യ പക്ഷേ സഹോദര क्या तुम दिल पर हाथ रख कर कह सकते हो कि तुमने कभी जम्बाई नहीं ली? പക്ഷേ സഹോദര നിനക്ക് ഹൃദയത്തിൽ കൈവച്ച് പറയാൻ സാധിക്കുമോ നീ ഒരിക്കലും കൂട്ടുവായിട്ടിട്ടില്ല എന്ന്? हेम तो मुझे मान ही लेना पड़ेगा कि मैंने जरूर कभी जम्बाई ली होगी. അപ്പൊ അദ്ദേഹം പറയാണ്, ഹേമ പറയാണ്, തോ മുജേ മാൻ, അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? മാനിനെ അംഗീകരിക്കുക, ഞാനത് സമ്മതിക്കേണ്ടി വരും, ഞാൻ ആ കാര്യം സമ്മതിക്കേണ്ടി വരും. എന്ത്? മെനെ ജരൂർ കബി ജംബായി ലി ഹോഗി, ഞാൻ തീർച്ചയായും ഇടയ്ക്ക് എപ്പോഴെങ്കിലും കൂട്ടുവായിട്ടിട്ടുണ്ടായിരിക്കും. എപ്പോഴെങ്കിലും കൂട്ടുവായിടാത്തതായിട്ട് ആരും ഇല്ല അല്ലെ? അപ്പൊ എപ്പോഴെങ്കിലും കൂട്ടുവായിട്ടിട്ടുണ്ടായിരിക്കും എന്ന കാര്യം ഞാൻ സമ്മതിക്കണം അല്ലേ എന്ന് ഹേമ പറയാണ്. എന്തായാലും ആ കൂട്ടുവായിട്ടു എന്നതാണ് കുറ്റം. അപ്പൊ ആ കുറ്റം ആരെ ഏറ്റെടുക്കണം? ഹേമ ഏറ്റെടുക്കണം. എപ്പോഴെങ്കിലും കൂട്ടുവായിടാത്ത ആരും ഉണ്ടായിരിക്കില്ല. അപ്പൊ അങ്ങനെ ഒരു ചോദ്യമാണ് സേനാപതി ചോദിച്ചത് അല്ലേ? നിനക്ക് നെഞ്ചിൽ കൈവച്ച് പറയാൻ പറ്റുമോ ഒരിക്കലും കൂട്ടുവായിട്ടിട്ടില്ല എന്ന്? അപ്പൊ ആ കുറ്റം ഹേമ സമ്മതിക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത്. സേനാപതി ശബാഷ് അബ് തുമ്നെ ബഹാദുരോ കി ജൈസി ബാത് കഹി. സേനാപതി പറയാണ്, ശബാഷ്, ഇപ്പോ നീ വീരന്മാരെ പോലെയാണ് സംസാരിച്ചത്. ബഹാദുരം പറഞ്ഞ വീരന്മാർ, വീരന്മാരെ പോലെയാണ് നീ ഇപ്പൊ എന്ത് ചെയ്തത്? ബാത്ത് കഹി സംസാരിച്ചത്. ജനത ഇസേ കഹത്തെ ഹേ രാജാ കാ ഏക് ദം യോഗ്യ ശത്രു ടീക് ഹേന. ഇതിനെയാണ് പറയുന്നത് രാജാവിന്റെ യോഗ്യനായ ശത്രു. ഏകദം യോഗ്യ ശത്രു, യോഗ്യനായ ശത്രു എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നവരെയാണ്. ടീക് ഹേന ശരിയല്ലേ? സബി സൈനിക എല്ലാ സൈനികരും തുംസെ ലഡായി കർക്കെ ജരൂർ മസ ആയേഗ, നീയുമായിട്ട് യുദ്ധം ചെയ്യാൻ നല്ല രസമായിരിക്കും. ജരൂർ മസ ആയേഗ. സേനാപതി ചലോ സൈനികോ, വരൂ സൈനികന്മാരെ. ഇസ് മഹാൻ യുദ്ധ കെ ലിയെ തയ്യാർ ഹോ, ഈ മഹായുദ്ധത്തിന് വേണ്ടി തയ്യാറാകൂ. ജനത ജയ് രാജാധിരാജ് രാജേന്ദ്ര കി ജയ്. ജനങ്ങളെല്ലാം രാജാധിരാജ് രാജേന്ദ്രന് ജയ് വിളിക്കുന്നു. തീസര ദൃശ്യം, മൂന്നാമത്തെ ദൃശ്യം. സേനാപതി കാ പ്രസ്ഥാൻ, സേനാപതി അവിടേക്ക് സേനാപതി അവിടെ നിന്ന് പോകുന്നു. ന്യായാധീശ് കാ പ്രവേശ്, ന്യായാധീശ് അവിടേക്ക് പ്രവേശിക്കുന്നു. ന്യായാധീശ് പറഞ്ഞ ജഡ്ജി, ജഡ്ജി അവിടേക്ക് പ്രവേശിക്കുകയാണ്. സേനാപതി അവിടെ നിന്ന് പോവുകയും സ്റ്റേജിൽ നിന്ന് പോവുകയും ചെയ്യുന്നു. ജനത माननीय न्यायाधीश महोदय, हम लोग जानना चाहते हैं कि हेम के साथ महाराज की यह जो लड़ाई हो रही है वह कहाँ तक उचित है. അപ്പൊ ജനങ്ങള് നമ്മുടെ ന്യായാധീശനോട് ചോദിക്കുകയാണ്, ജഡ്ജിയോട് ചോദിക്കുകയാണ്. മാനനീയ ജഡ്ജി അദ്ദേഹം ഹം ലോക ഞങ്ങളെല്ലാവരും അറിയാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നത് എന്താണ്? ഹേമുക്കെ സാത്ത് മഹാരാജയ്ക്ക് യഹ് ജോ ലഡായി ഹോ രഹി ഹെ, ഹേമുമായിട്ട് മഹാരാജാവ് ഏതൊരു യുദ്ധമാണോ നടത്താൻ പോകുന്നത് ആ യുദ്ധത്തിന് എത്രമാത്രം ഉചിതമാണ് എന്നാണ് അവർക്ക് അറിയേണ്ടത്. ഹേമുമായിട്ട് മഹാരാജ നടത്താൻ പോകുന്ന യുദ്ധം എത്രമാത്രം ഉചിതമാണ് എന്ന കാര്യം ഞങ്ങൾക്ക് അറിയണം. അത് ഉചിതമായ കാര്യമാണോ എന്നതാണ് ജനങ്ങൾക്ക് അറിയേണ്ടത്. അത് അവർ ന്യായാധീശനോട് ചോദിക്കുന്നു. ന്യായാധീശ് അരെ സരാ ഇസ്കി ബാത് സുനോ വേ തോ രാജാ ഹെ. ന്യായാധീശ് പറയാണ്, നിങ്ങൾ എല്ലാവരും രാജാവ് പറയുന്നത് കേൾക്കൂ. അതോ ഇസ്കി അദ്ദേഹത്തിന്റെ വാക്കുകൾ എന്ത് ചെയ്യാ? അദ്ദേഹം പറയുന്നത് നിങ്ങൾ കേൾക്കുക, അനുസരിക്കുക. വേ തോ രാജാ ഹെ, അദ്ദേഹം ആരാണ്? രാജാവാണ്. അദ്ദേഹം രാജാവായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വാക്കുകളെ നിങ്ങൾ അനുസരിക്കണമെന്ന് ന്യായാധീശ് പറയാണ്. ജനത इसलिए तो वे ന്യായ ധർമ്മ കെ പാലൻഹാർ ഹോങ്കെ, അതുകൊണ്ടായിരിക്കും അദ്ദേഹം ന്യായധർമ്മത്തിന്റെ പാലകനായത്. ജനങ്ങൾ പറയാണ്. ന്യായാധീശ് ന്യായ അന്യായ തോ രാജാ ഹി ജാൻതേ ഹെ. ന്യായാധീശ് പറയുന്നു, ന്യായവും അന്യായവും ഒക്കെ ആർക്കറിയാം? രാജാവിനറിയാം. ഹം ലോക ക്യാ കർ സക്തേ, നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ന്യായം അന്യായം ഒക്കെ അറിയുന്ന ആളാണ് രാജാവ്, അദ്ദേഹത്തിന് തന്നെ അറിയാം. നമുക്ക് പിന്നെ എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് ന്യായാധീശ് ചോദിക്കുന്നു. ജനത हम समझते हैं कि जब तक महाराज न्याय की राह पर चलेंगे तब तक वे हम लोगों के राजा बने रहेंगे.
ഞങ്ങൾ മനസ്സിലാക്കുന്നു രാജാവ് എപ്പോൾ വരെയാണ് അദ്ദേഹം ന്യായത്തിന്റെയും ധർമ്മത്തിന്റെയും രാഹുപർ വഴിയിലൂടെ സഞ്ചരിക്കുന്നത് അതുവരെയായിരിക്കും അദ്ദേഹം ഞങ്ങളുടെ രാജാവായിട്ടിരിക്കുക. ന്യായവും ധർമ്മവും മാത്രം ചെയ്യുന്ന സമയത്ത് മാത്രമേ അദ്ദേഹം രാജാവായിട്ടിരിക്കുകയുള്ളൂ. അന്യായം ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് രാജാവിന്റെ സ്ഥാനം നഷ്ടപ്പെടും എന്ന രീതിയിലാണ് ജനങ്ങൾ സംസാരിച്ചത്. न्यायाधीश लेकिन राजा की इच्छा के सामने हमें सिर झुकना ही पड़ेगा. ന്യായാധീശ് പറയാണ്, പക്ഷെ രാജാവിന്റെ ആഗ്രഹത്തിന് മുമ്പിൽ നമ്മൾ തല കുനിക്കുക തന്നെ വേണ്ടി വരും. സിർ ജുക്ന, തല കുനിക്കുക. ജനത അഗർ വഹ് ഇച്ഛ അന്യായ ഹോ അധർമ്മ ഹോ തബ് ബി. പക്ഷെ അദ്ദേഹത്തിന്റെ ആഗ്രഹത്തിന് മുമ്പിൽ തല കുനിക്കണം എന്ന് പറഞ്ഞല്ലോ. അപ്പോ ജനങ്ങൾ ചോദിക്കുകയാണ്, പക്ഷെ അദ്ദേഹത്തിന്റെ ആഗ്രഹം അന്യായമാണ്, അധർമ്മമാണ് എന്ന് കരുതട്ടെ, അപ്പോഴും അന്യായവും അധർമ്മമാണെങ്കിലും അപ്പം ന്യായാധീശ് പറയണ തബ് ബി, അതെ അപ്പോഴും അന്യായമാവട്ടെ അധർമ്മമാവട്ടെ എന്ത് തന്നെയായാലും രാജാവിന്റെ ആഗ്രഹത്തിന് നമ്മൾ തല കുനിക്കേണ്ടി വരും എന്നാണ് ന്യായാധീശിന്റെ മറുപടി. ജനത ക്യോം, എന്തുകൊണ്ട്? അപ്പൊ ജനങ്ങൾക്ക് വീണ്ടും സംശയം. ജനങ്ങൾ ചോദിക്കണം, എന്തുകൊണ്ട് അങ്ങനെ ചെയ്യണം? ന്യായാധീശ് ബഡേ ആശ്ചര്യ കി ബാത്ത് ഹൈ, जानते हैं कि महाराज के पास काफी बड़ी फौज की ताकत है. അപ്പൊ എന്താ പറയുന്നത്, അത് വളരെയധികം ആശ്ചര്യകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ജാൻതേ നഹി കി, നിങ്ങൾക്കറിയുന്നതല്ലേ, മഹാരാജ് കെ പാസ്, മഹാരാജാവിന് വളരെ വലിയ സൈന്യങ്ങളും സൈന്യത്തിന്റെ ശക്തിയൊക്കെ ഉണ്ട് അല്ലെ. ഫൗജ് കി താക്കത്ത്, വളരെ വലിയ സൈന്യമുണ്ട്, സൈന്യത്തിന്റെ ശക്തി അദ്ദേഹത്തിനുണ്ട്. ജനത महाराज को अदालत में बुलाने का आदेश दीजिए. മഹാരാജനെ കോടതിയിൽ വിളിപ്പിക്കാനുള്ള നിർദ്ദേശിക്കാൻ വേണ്ടിയിട്ട് ജനങ്ങൾ പറയാണ്, ആദേശ് ദീജിയെ, നിർദ്ദേശം നൽകിയാലും. ന്യായാധീശ് महाराज को अदालत में बुलाना पड़ेगा. മഹാരാജനെ കോടതിയിലേക്ക് വിളിപ്പിക്കാൻ പറ്റുമോ? ന്യായാധീശ് जनता अगर आप न्यायाधीश का कर्तव्य पालन नहीं कर सकते तो फिर आपका कोई फैसला हम नहीं मानेगा. फैसला बना तीर्माനം. अगर आप न्यायाधीश का कर्तव्य पालन नहीं कर सकते तो, പക്ഷെ നിങ്ങൾ ന്യായാധിപന്റെ കർത്തവ്യം നിങ്ങൾ പാലിച്ചിട്ടില്ല എങ്കിൽ, നിങ്ങളൊരു ന്യായാധീശാണ്, നിങ്ങളൊരു ജഡ്ജിയാണ്, അപ്പൊ നിങ്ങളുടെ കർത്തവ്യം നിങ്ങൾ പാലിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ആപ്കാ കോയി ഫൈസല ഹം നഹി മാനേഗ, നിങ്ങളുടെ ഒരു തീരുമാനവും ഞങ്ങൾ അംഗീകരിക്കുകയില്ല എന്ന് ജനങ്ങൾ മറുപടി പറയുന്നു. ന്യായാധീശ് തും സബ്കി ബാതേം ന്യായ സംഗത് ഹെ, നിങ്ങൾ പറയുന്നതൊക്കെ ന്യായമായ കാര്യം തന്നെ. മഹാരാജ് കോ ബുൽവാ ഭേജനെ കി അബ് സരൂരത്ത് നഹി, വേ ഖുദ് ഹി ഇധർ ആ രഹേഗെ. മഹാരാജനെ വിളിപ്പിക്കേണ്ട ആവശ്യം വരുന്നില്ല, അദ്ദേഹം സ്വയം തന്നെ ഇങ്ങോട്ടേക്ക് വരും. രാജാ കാ പ്രവേശ്, രാജാവ് ഇധർ ആ രഹേ, ഇവിടേക്ക് വരുന്നുണ്ട് എന്ന് പറയാണ്. രാജാ കാ പ്രവേശ്, രാജാവ് അവിടേക്ക് പ്രവേശിക്കുന്നു. രാജ യഹാ ഭീഡ് ക്യോം ലഗി ഹെ, തും ലോഗോ കോ ക്യാ ചാഹിയേ. രാജാവ് ചോദിക്കുകയാണ്, യഹാ ഭീഡ് ക്യോം ലഗി ഹെ, എന്താണ് ഇവിടെ ഇങ്ങനെ തിരക്ക്, എന്താണ് ഇങ്ങനെ ആൾക്കൂട്ടം, എന്താണ് ഇവിടെ ഇങ്ങനെ ആൾക്കൂട്ടം എന്ന് രാജാവ് ചോദിക്കുകയാണ്. ഭീഡ് പറഞ്ഞ ആൾക്കൂട്ടം. തും ലോഗോ കോ ക്യാ ചാഹിയേ, നിങ്ങൾക്കൊക്കെ എന്താണ് വേണ്ടത്? ജനത ഹമേ ന്യായ് ചാഹിയേ മഹാരാജ്, ജനങ്ങൾ പറയാണ്, ഞങ്ങൾക്ക് ന്യായം വേണം മഹാരാജ്. രാജ इसके लिए अदालत है, അതിന് കോടതിയുണ്ട്. വഹാൻ ജാനെ പർ ന്യായ് കെ ലിയെ സോച്നാ നഹി പടേഗാ, അവിടെ എത്തിയാൽ പിന്നെ ന്യായത്തിനെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യം പോലും വരുന്നില്ല, ചിന്തിക്കേണ്ടത് പോലും ഇല്ല, അവിടെ എത്തിയാൽ എന്താണ് ന്യായം ലഭിക്കുമെന്നാണ് രാജാവ് പറയുന്നത്. ജനത माननीय न्यायाधीश से जानने आए हैं कि हेम के विरुद्ध महाराज की लड़ाई क्या उचित है. മാനനീയ ന്യായാധീശെ ജാന്നെ ആയേ ഹേ കി, ജനങ്ങൾ പറയുന്നു മാനനീയനായ ജഡ്ജി അദ്ദേഹത്തിൽ നിന്നും അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഹേം കെ വിരുദ്ധ മഹാരാജ് കി ലഡായി ക്യാ ഉചിത് ഹേ, ഹേമിന് വിരുദ്ധമായിട്ട് മഹാരാജ് യുദ്ധം ചെയ്യാൻ പോകുന്നു, ആ യുദ്ധം ഉചിതമാണോ, അത് ശരിയായ കാര്യമാണോ എന്നാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. ഹേമ് തെറ്റ് ചെയ്തിട്ടുണ്ടോ, ഹേമുമായിട്ടുള്ള യുദ്ധം ചെയ്യേണ്ടതാണോ എന്നത് ഞങ്ങൾക്കറിയണം എന്ന് ജനങ്ങൾ പറയുന്നു. രാജ ഉചിത് രാജാ കബി അന്യായം നെയ്യും കർ സക്തെ, ഉചിതമോ, രാജാവ് ഒരിക്കലും അന്യായം ചെയ്യുകയില്ല. രാജാവിന്റെ മറുപടി അതായിരുന്നു. ജനത
രാജ ജബ് അന്യായ് കർത്തേ ഹേ ഫിർ വേ രാജ നഹി രഹത്തെ. ജനങ്ങൾ പറയുന്നു, എപ്പോഴാണോ രാജാവ് അന്യായം ചെയ്യുന്നത് പിന്നീട് അദ്ദേഹം രാജാവായിട്ടിരിക്കുകയില്ല. ഒരു ഭീഷണി പോലെയാണ് ജനങ്ങളുടെ മറുപടി അല്ലെ. അന്യായം ചെയ്യുന്നത് എപ്പോഴാണോ ആ സമയം മുതൽ അദ്ദേഹത്തിന് രാജാവായിട്ടിരിക്കാൻ പറ്റൂല. ന്യായത്തോടെ പ്രവർത്തിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് രാജാവായിട്ടിരിക്കാം എന്നൊരു ധ്വനിയാണ് അവരുടെ സംസാരത്തിലുള്ളത്. രാജ തും ലോഗ് കടി ബാത്തേം കഹ് രഹേ ഹോ ഇസ്കാ പരിണാം സോച്ചുലോ. രാജാവിന് ദേഷ്യം വന്നു. അദ്ദേഹം പറയാണ്, നിങ്ങൾ ഇങ്ങനെയുള്ള കടുത്ത വചനങ്ങൾ നിങ്ങൾ പറയുന്നു, കടുത്ത വാക്കുകളൊക്കെയാണ് നിങ്ങൾ പറയുന്നത്. ഇസ്കാ പരിണാം സോച്ചുലോ, ഇതിന്റെ പരിണാമ ഫലം എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? സോച്ചുലോ, ചിന്തിക്കാൻ വേണ്ടിയിട്ട് രാജാവ് പറയുന്നു. ജനത രാജാ കബി അന്യായ് നഹി കർത്തെ ഇസ് ബാത് കാ മത്ലബ് ആപ് ഭി സോച്ച് ലീജിയെ. രാജാവ് ഒരിക്കലും അന്യായം ചെയ്യുകയില്ല എന്നതിന്റെ അർത്ഥവും നിങ്ങൾ കൂടി ഒന്ന് ചിന്തിക്കൂ. മഹാരാജ് ഹം സവിനയ് ജാന്നാ ചാത്തെ ഹേ കി ഹേം കാ അപരാധ് ക്യാ ഹേ. മഹാരാജ്, ഞങ്ങൾ വിനയത്തോടെ അറിയാൻ വേണ്ടി ആഗ്രഹിക്കുന്ന കാര്യം ഹേം ചെയ്ത അപരാധം എന്താണ്, ഹേം ചെയ്ത കുറ്റം എന്താണ് എന്ന് ഞങ്ങൾ വീണ്ടും അറിയാൻ ആഗ്രഹിക്കുന്നു എന്ന് ജനങ്ങൾ പറയുന്നു. രാജ ഇസ്കോ തോ മേൻ ടീക്ക് ടീക്ക് സേ ബതാ നഹി സക്താ. ഇതെനിക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയുകയില്ല. അത് കൃത്യമായിട്ട് അങ്ങനെ തന്നെ കൃത്യതയോടെ പറയാൻ കഴിയുകയില്ല. ജഹാൻ തക്ക് മുझे യാദ് ഹേ കി ഏക് ദിൻ. എനിക്കൊരു എൻ്റെ ഓർമ്മയിലുള്ള ഒരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എന്നൊക്കെ പറയില്ലേ, അപ്പൊ എൻ്റെ ഓർമ്മയിലുള്ള കാര്യം എന്ന് പറയുകയാണെങ്കിൽ, ഏക് ദിൻ രാജ്മഹൽ കാ ഹാത്തി ജബ് ഘൂമനെ നികലാ था ठीक उसी वक्त हेम ने उसके सामने थूक दिया था. ഏക് ദിൻ മഹാരാജ് കാ ഹാത്തി. ഒരു ദിവസം രാജമഹൽ കാ ഹാത്തി, രാജകൊട്ടാരത്തിലെ ആന. ഒരു ദിവസം രാജകൊട്ടാരത്തിലെ ആന ഘൂമനെ നികലാത, കറങ്ങാൻ വേണ്ടി നടക്കാൻ ഇറങ്ങി. ആന ചുറ്റി കറങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതായിരുന്നു, അതായത് നടക്കാൻ ഇറങ്ങിയതായിരുന്നു ആന. ടീ കുസി വക്ത് ഹേമൻ ഉസ്കെ സാമനെ ധൂക്ക് ദിയത. കൃത്യം ആ സമയത്ത് തന്നെ ഹേമ എന്ത് ചെയ്തു? ഉസ്കെ സാമനെ, ആനയുടെ അടുത്തേക്ക്, ആനയുടെ മുമ്പിലേക്ക് ധൂക്ക് ദിയാത. ധൂക്ക് എന്ന തുപ്പുക. നടക്കാൻ ഇറങ്ങിയ ആനയുടെ മുമ്പിലേക്ക് ഹേമ തുപ്പുകയായിരുന്നു. ഇസേ സബീനെ ദേക്കാത, ഇതെല്ലാവരും കണ്ടതുമാണ്. ജനത राजा के कानून में अगर दंड देने लायक हो तो अदालत में हेम पर मुकदमा क्यों न चलाया जाए. രാജാക്കെ കാനൂൻ മേ അഗർ ദണ്ഡ് ദേനെ ലായക് ഹോ തോ, രാജാവിന്റെ നിയമത്തിൽ ഇത് ശിക്ഷയ്ക്ക് യോഗ്യമാണെങ്കിൽ, അതായത് ഹേമന് ശിക്ഷ നൽകാൻ യോഗ്യമായ കാര്യമാണ് ഹേമ ചെയ്തിരിക്കുന്നത് എന്ന് രാജാവിന്റെ കാര്യത്തിൽ ശരിയായിരിക്കാം. അങ്ങനെയെങ്കിൽ ഹേമ പർ മുക്തമാ ക്യോ ന ചലാ ജായേ. ഹേമ ചെയ്ത കാര്യത്തിൽ കേസ് നടത്തിക്കൂടെ? എന്തുകൊണ്ട് ഹേമ ചെയ്ത കാര്യത്തിൽ നമുക്ക് കേസ് നടത്തിക്കൂടാ, കോടതിയിൽ പോയിക്കൂടാ എന്നാണ് ജനങ്ങളുടെ ചോദ്യം. രാജ यानी कि लड़ाई के आनंद और उल्लास से तुम लोग मुझे अलग करना चाहते हो. यानी അതായത് ലഡായിക്ക് ആനന്ദവർ, യുദ്ധത്തിന്റെ ആനന്ദവും ഉല്ലാസവും, തും ലോഗ് നിങ്ങളെല്ലാവരും, മുझे അലഗ് കർണ ചാത്തേ എന്നിൽ നിന്നും മാറ്റിയെടുക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. അതായത് യുദ്ധത്തിന്റെ ആ ഒരു ആനന്ദവും ഉല്ലാസവും ഒക്കെ അനുഭവിക്കാനുള്ള എൻ്റെ ആ ഒരു അവസരം നിങ്ങൾ ഇല്ലാതെയാക്കുകയാണോ എന്നാണ് രാജാവ് ചോദിക്കുന്നത്. രാജാവിന് യുദ്ധം വേണം, യുദ്ധത്തിൽ അദ്ദേഹത്തിന് ആനന്ദം കണ്ടെത്തണം. ജനങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്തിട്ട് അതിൽ അദ്ദേഹത്തിന് ആനന്ദം കണ്ടെത്തണം. അതിൽ എത്രമാത്രം നാശനഷ്ടങ്ങൾ ഉണ്ടാവുന്നുണ്ട്, എത്രമാത്രം ആളുകൾക്ക് നഷ്ടം ഉണ്ടാവുന്നുണ്ട് ഒന്നും രാജാവിന് അറിയേണ്ട ആവശ്യമില്ല. രാജാവിന്റെ ആനന്ദമാണ് രാജാവിന് പ്രാധാന്യം നൽകിക്കൊണ്ട് സംസാരിക്കുന്നത് അല്ലെ. അപ്പൊ എൻ്റെ ആനന്ദത്തിന് നിങ്ങൾ തടസ്സം നിൽക്കുകയാണ് എന്ന രീതിയിലാണ് രാജാവ് മറുപടി പറഞ്ഞത്. യാനി ലഡായിക്ക് ആനന്ദ് ആർ ഉല്ലാസ് സേ തും ലോഗ് മുझे അലഗ് കർണ ചാത്തേ ഹോ. അതായത് യുദ്ധത്തിൽ ഉണ്ടാകുന്ന ആനന്ദവും ഉല്ലാസവും ഒക്കെ എന്നിൽ നിന്ന് നിങ്ങൾ മാറ്റി നിർത്തുകയാണോ, എനിക്ക് ആ ഒരു സാഹചര്യം ഇല്ലാതെയാക്കുകയാണ് ചെയ്യുന്നത് എന്നാണ് പറഞ്ഞത്. ജനത ഇസ്ലിയേ കി ലഡായി അന്യായ് ഹേ. അപ്പൊ ജനങ്ങൾ പറയുന്നു, എന്തുകൊണ്ടെന്നാൽ യുദ്ധം എന്ന് പറയുന്ന അനീതിയാണ്. ജനങ്ങൾ പറയാണ്, യുദ്ധം ചെയ്താൽ അത് നല്ല കാര്യമല്ല, അത് യുദ്ധം നല്ലതല്ല, അതുകൊണ്ടാണ് ജനങ്ങൾ അങ്ങനെ പറയുന്നത്. ഇസ്ലിയേ കി ലഡായി അന്യായ് ഹേ, യുദ്ധം അന്യായമാണ്. രാജ ലേക്കിൻ ഹമേ ഇസ്കി ബേഹദ് സരൂരത്ത് ഹേ. ജനത സരൂരത്ത് ക്യോം,
ലേക്കിൻ ഹമേം ഇസ്കി ബഹത് സരൂരത്തെ, പക്ഷേ നമുക്ക് ഇത് ആവശ്യമാണ് എന്ന് രാജാവ് പറയുന്നു. ജനത സരൂരത്ത് ക്യോം, എന്തിന്, എന്തത്യാവശ്യം, അതുകൊണ്ട് എന്തത്യാവശ്യമാണ് ഈ യുദ്ധം കൊണ്ട് എന്ന് ജനങ്ങൾ ചോദിക്കുന്നു. രാജ ഗാലി ബൈട്ടെ ബൈട്ടെ ഹമാരെ സൈനിക ലഡന ബോൽനെ ജാ രഹേ ഹെ, വെറുതെ ഇരുന്ന് ഇരുന്ന് നമ്മുടെ സൈനികരെല്ലാം യുദ്ധം ചെയ്യാൻ മറന്നു പോവുകയാണ്. ബോൽനെ ജാ രഹേ ഹെ, യുദ്ധം ചെയ്യാൻ അവർ മറന്നു പോവുകയാണ് വെറുതെ ഇരുന്നിട്ട്. ജനത तब तो हम लोग हेम की तरफ है, चलो भाई चलकर हेम के हाथ मजबूत करें. അപ്പൊ ജനങ്ങൾ എല്ലാവരും പറയുന്നു തബ് തോ ഹം ലോഗ് ഹേമ കി തരഫ് ഹേ, എങ്കിൽ ഞങ്ങൾ എല്ലാവരും ഹേമന്റെ പക്ഷത്താണ്. ചലോ ബായി, വരൂ സഹോദരന്മാരെ, ചൽക്കർ ഹേമ കെ സാത്ത് മസ്ബൂത് കരീം, നമുക്ക് ചൽക്കർ പോയിട്ട് ഹേമിന് നമുക്ക് ധൈര്യം പകരാം. ഹേമന് ഹാത്ത് മസ്ബൂത്ത് കരീം, ഹാത്ത് മസ്ബൂത്ത് പറഞ്ഞാൽ ധൈര്യം പകരുക. സബ് ജാത്തെ ഹെ, എല്ലാവരും പോകുന്നു. അതുവരെ നമുക്ക് എടുക്കാം. ഞാൻ അതിന്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ.